2 മാസം മുമ്പ് മലപ്പുറത്തെ പള്ളിയിൽ നിസ്കരിക്കാനെത്തിയ ഒരു യുവാവിൻ്റെ സ്കൂട്ടി കാണാതായി. നിസ്കാരം കഴിഞ്ഞ് താൻ സഞ്ചരിച്ച വാഹനം സ്വാഭാവികമായിട്ടും കാണാത്ത പക്ഷം അയാൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. 2 മാസങ്ങൾക്കിപ്പുറം അതേ പൊസിഷനിൽ താൻ കട്ടെടുത്ത വാഹനത്തിന് പുതിയ ടയറും വെച്ചിട്ട് ഇന്ധനമെല്ലാം മുഴുവനാക്കിയിട്ട് കള്ളൻ അവിടെ കൊണ്ടുവന്നു വെച്ചു. കള്ളനും ഹാപ്പി, ഓണറും ഹാപ്പി. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വന്നത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു ചരിത്രമാണ്. പണ്ടൊരിക്കൽ 3 സുഹൃത്തുക്കൾ ഒരു യാത്രക്കിടെ വിശ്രമത്തിനായി ഒരു ഗുഹയിൽ പ്രവേശിച്ചു. പെട്ടെന്നുണ്ടായ അതിശക്തമായ മഴയും ഇടിയും മിന്നലും കാരണം ഗുഹാമുഖത്ത് ഒരു പാറ വന്നടഞ്ഞു. പേടിച്ച് അന്താളിച്ച ഇവർ അവസാനം ഒരു തീരുമാനത്തിലെത്തി. നാം ജീവിതത്തിൽ ചെയ്ത എന്തെങ്കിലും സുഹൃതങ്ങൾ മുൻനിർത്തി നമ്മുടെ നാഥനിലേക്ക് അഭ്യർത്ഥിച്ചാൽ ചിലപ്പോൾ ഒരു പരിഹാരം നമുക്ക് മുന്നിൽ തുറക്കപ്പെട്ടേക്കാം. ആദ്യ 2 പേരും അവർ ജീവിതത്തിൽ ചെയ്ത ഓരോ സുഹൃതങ്ങൾ പറഞ്ഞ് നാഥനിലേക്ക് കൈമലർത്തി. പാറ അല്പം നീങ്ങി. അവസാനമായി 3ാമത്തവൻ്റെ ഊഴം. ഇവൻ്റെ സുഹൃതം കൂടി ഓക്കെ ആയാൽ പാറ മുഴുവനായിട്ട് നീങ്ങുകയും ഇവർക്ക് 3 പേർക്കും പുറത്തിറങ്ങാൻ കഴിയുകയും ചെയ്യും. അവൻ്റെ നാഥനോട് പറയുകയാണ്, എനിക്കൊരുപാട് തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഓരോ ദിവസവും അവരുടെ തൊഴിൽ കഴിയുമ്പോൾ ഞാൻ അവർക്ക് ശമ്പളം നൽകും. പക്ഷേ ഒരു ദിവസം എൻ്റെ തൊഴിലാളികളിൽപ്പെട്ട ഒരു തൊഴിലാളി ശമ്പളം കൈപ്പറ്റാതെ അവൻ്റെ വീട്ടിലേക്ക് മടങ്ങി. മാസങ്ങൾക്കിപ്പുറം ആ തൊഴിലാളി ഒരു ദിവസം എൻ്റെ മുമ്പിൽ ആഗതമായി. അയാൾ അന്ന് മറന്നുപോയ ശമ്പളത്തെക്കുറിച്ച് അയാൾ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, എൻ്റെ ഈ കൺമുന്നിലുള്ള ഒട്ടകമെല്ലാം നിൻ്റേതാണ്. അയാൾ എന്നോട് തിരിച്ചു പറഞ്ഞു, എന്നെ കളിയാക്കുകയാണോ? ഞാൻ അയാളോട് തിരിച്ചു പറഞ്ഞു, ഒരിക്കലുമല്ല, ഈ കാണുന്ന സമ്പാദ്യം മുഴുവൻ നിൻ്റേതാണ്. ഞാൻ അന്ന് നിനക്ക് തരാൻ വെച്ച ആ ഒരു ക്യാഷ് കൊണ്ടാണ് ഈ സമ്പാദ്യം മുഴുവൻ ഞാൻ വളർത്തിയെടുത്തത്. അതുകൊണ്ട് ഈ സമ്പാദ്യത്തിൻ്റെ മുഴുവൻ ഓണറും നീയാണ്. അടക്ക കെട്ടാലും ആന കെട്ടാലും കള്ളൻ തന്നെയാണെങ്കിലും കള്ളൻ്റെ ഈ സൽമനസ് ഉഗ്രം തന്നെ. നമ്മുടെ കൂട്ടത്തിലും ഇത്തരത്തിൽ ഒരുപാട് പേരുണ്ടാകും. കള്ളനല്ലെങ്കിലും സുഹൃത്ത് ബന്ധത്തെ ഓസിയാക്കി ജീവിക്കുന്ന ഒരുപാട് പേര്. വണ്ടിയിലടിച്ച 100 രൂപയുടെ പെട്രോളും കാലിയാക്കി വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തുന്ന സുഹൃത്തുക്കളോട് പറയുക, ഈ കള്ളൻ്റെ സൽമനസ്സെങ്കിലും ഒന്നെന്നോട് കാണിച്ചൂടെ എന്ന്.